ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി ചെന്നൈയിൽ വന്നതായിരുന്നു. നമ്മളിപ്പോൾ ഇതാ അമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ നിന്ന് നമുക്ക് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇത് ഇവിടുന്ന് സബർബൺ ട്രെയിൻസ് കുറേ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അതിലൊരു ടിക്കറ്റ് എടുത്തു. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിരക്കാണ് ഈ ട്രെയിനിൽ വരുന്നത്. പൊതുവേ ഈ ചെന്നൈയിലൊക്കെ അധിക പേര് പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഈ സബർബൻ ട്രെയിനിലാണ് വരുന്നത്. ലൈക്ക് നമുക്ക് ജോലി കഴിഞ്ഞ് വരുന്നവരും സ്കൂള് കോളേജൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ഈ ഒരു ട്രെയിനാണ് അധികം പ്രിഫർ ചെയ്യുന്നത്. തിരക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതങ്ങനെ സബർബൻ ടെർമിനലിലാണ് വന്ന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ MGR റെയിൽവേ സ്റ്റേഷനും വരുന്നത്. അങ്ങനെ അതെ, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ MGR റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോർഷൻ. നമ്മളങ്ങോട്ട് നടക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുമാണ്, നമുക്ക് കണ്ടാൽ അറിയാമല്ലോ. ഇപ്പം സമയം ഏകദേശം 6:28 കാണാമല്ലോ. അങ്ങനെ നമ്മൾക്ക് ട്രെയിനുള്ളത് രാത്രി 8:30ക്കാണ് ചെന്നൈ മെയിൽ. അതിനു വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ലൗഞ്ച് കാണുന്നത്. അങ്ങനെ ഈ ലൗഞ്ച് കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമായിരുന്നു. കാരണം എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ കണ്ടില്ലല്ലോ. കേരളത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ലൗഞ്ച് ഉണ്ടെന്നുള്ളത്. അങ്ങനെ അതെ, ഞങ്ങൾ അവിടെ കയറി നോക്കി. അവിടെ അങ്ങനെ അവർ സർവീസസ് എന്ന് എഴുതിയ നമുക്ക് ബ്രോഷർ കാണാം. പിന്നെ കാർഡ്സ്, ഏതൊക്കെ കാർഡ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ICICIയുടെ കാർഡാണിപ്പം. ഇവിടെ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. എന്തോ 2 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ 2 മണിക്കൂറിലേക്ക്. നമുക്ക് അവിടെ ഫുഡ് ഉണ്ട്, പിന്നെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, കുളിക്കാം, അങ്ങനെ കുറേ സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ നമുക്ക് ആ ഒരു ഡൈനിങ് ഏരിയ അവിടെ റെഡിയായി വരികയായിരുന്നു. അവരെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് കാണാമല്ലോ. അങ്ങനെ നമുക്കിത് ഫ്രീ ടൈമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മാഗസീൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവർ തന്നെ വൈഫൈ, അൺലിമിറ്റഡ് വൈഫൈ അവൈലബിൾ ആണ്. അങ്ങനെ അതൊക്കെ ആക്സസ് ചെയ്തിരിക്കാൻ പറ്റും. ഇവിടെ പിന്നെ നമുക്ക് കോഫി, ടീ ഒക്കെ ഇങ്ങനെ അവൈലബിൾ ആണ്. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം ഞാനൊരു കോഫി എടുത്തു. അതിലൂടെ നമുക്ക് ഷുഗറും ഈ സ്റ്റിക്കും ഒക്കെ കിട്ടും. നമുക്ക് വേണ്ടതുപോലെ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അതും കുടിച്ച് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഓരോന്ന് കണ്ടിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് ചാർജിങ് പോയിന്റ് ഒക്കെ അവൈലബിൾ ആണ്. ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനും. അങ്ങനെ അത് കഴിഞ്ഞത് നമ്മുടെ സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ അവിടെ പോയി നോക്കുകയായിരുന്നു എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളതെന്ന്. ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് കുറേ ലെമൺ റൈസ്, പിന്നെ ഇതെന്താ ആലു ബുർജി, കറികൾ, ഇത് സാമ്പാർ, രസം, അങ്ങനെ പിന്നെ പ്ലെയിൻ വൈറ്റ് റൈസ്, അങ്ങനെയൊക്കെ ഇതിലാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ എടുത്ത് കഴിക്കാം. പിന്നെ ജ്യൂസസ് ഉണ്ടായിരുന്നു, സോൾട്ട്, പെപ്പർ, അതെല്ലാം ഉണ്ട്. ഇത് വന്നിട്ട് സേമിയ കീർ, ലെമൺ റൈസാണ്, ടാമൻ റൈസ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. ഇതേ കാണുന്ന പോലെ കുറേ ഐറ്റംസ് ഉണ്ട്. പപ്പടം, അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ഓരോരോ ഐറ്റംസ് ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഡേയിനനുസരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഓരോ ഫുഡിൻ്റെ മെനു ഒക്കെ വരുന്നത്. നമുക്ക് വേണ്ടതുപോലെ എടുത്ത് കഴിക്കാം. എന്നിട്ട് നമുക്ക് ഫുഡ് എടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ചിക്കൻ കറിയും ബീഫ് പൊറോട്ടയും ഉണ്ട്. അതിങ്ങനെ വെച്ചിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞാൽ അവരിങ്ങനെ നമുക്ക് ആവശ്യാനുസരണം എടുത്തു തരുന്നതാണ്. പിന്നെ ഞാനിത് അങ്ങോട്ട് നമ്മുടെ ബാത്റൂമൊക്കെ നോക്കാൻ പോയതാണ്. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നല്ല നീറ്റായിരുന്നു കേട്ടോ. ഉള്ളിലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണുള്ളത്. കൊള്ളാം.
പിന്നെ നമുക്കിവിടെ ബാഗൊക്കെ ആദ്യമേ തന്നെ വെക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ബാഗൊക്കെ ഒരു സൈഡിൽ തന്നെ വെക്കാം, കൂടെ ഇങ്ങനെ എടുത്ത് നടക്കണം എന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാനിത് ഏകദേശം ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്ക് ട്രെയിനിന് ടൈമായി. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ ഫ്രീ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങുകയാണ്. നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പം നമുക്ക് ഏതൊക്കെ കാർഡ്സിനാണ് ഇത് അവൈലബിൾ എന്ന് കാണണ്ടേ? ഇതാണ് അപ്പോൾ ഇനി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ ഈ കാർഡ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, ലൗഞ്ച് കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളിത് ട്രെയിനിലേക്ക് പോവുകയാണ്. നമുക്ക് ടൈം ആയിട്ടുണ്ട് വണ്ടീൻ്റെ. അങ്ങനെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.